ഹലോ ഫ്രണ്ട്സ്, ചെമ്മനപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അവർ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ചേർന്ന് വണ്ടിയിൽ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ പോവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കിൽ ഡിക്കിയിൽ നിന്ന് ഒരു തെർമോക്കോളിൻ്റെ ഡെക്കറേഷനൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഫ്രണ്ട് കൊണ്ട് വെക്കുന്നുണ്ട്, ആ മണ്ഡപത്തിന് ഫ്രണ്ടിൽ കൊണ്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുമ്പോൾ ആ സച്ചിയുടെ പൊക്കമെന്ന് പറയുമ്പോഴത്തേക്ക് പോകാനോ, ഞാൻ നിൻ്റെ കൂടെ വരാം, അകത്ത് വരാൻ പറയാം. അതെന്തിനു വരുന്നത്, സച്ചിയുടെ ഓട്ടം ഉള്ളല്ലേ, ഇപ്പം വരേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ അല്പരാത്രിയിൽ മഴ വന്നു കുട പിടിക്കുന്ന ടീമാണല്ലോ, അത് മഴ വന്നിട്ടാണെന്നൊക്കെ പറയുവാണ്. അപ്പം പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ മാനേജർ കണ്ടോളാം എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ഇനിയിപ്പോൾ കാശൊക്കെ ആയില്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കാശൊന്നും ആയില്ല ചേട്ടാ, ആവശ്യമില്ലെന്ന് പറയാം. ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നതല്ല നല്ലത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവളുടെ ധൈര്യവും കാര്യമൊക്കെ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഞാനുണ്ടല്ലോ, ചേട്ടൻ പൊക്കോ എന്ന് പറയുവാണ്. ശരിയെന്ന് പറഞ്ഞു വിടുന്നു. അടുത്ത സീൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ ചന്ദ്രമതി ബാമയുടെ വീട്ടിൽ ബാമ വിളിച്ചിട്ട് പോകുന്നതാണ്. ചെല്ലുമ്പോഴത്തേക്കും എന്നെ ബാമ എന്ന് വിളിച്ചെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരണം, അല്ലാതെ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്നെ അല്ലേ വിളിച്ചു വരുത്തുന്നത്. അതാണോ, അത് എന്താണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്നാണ് വിശേഷം എന്ന് പറയാം. വിശേഷം ഭയങ്കര വിശേഷം തന്നെയാണ്. അവിടെ ഇരിക്കപ്പുറത്തില്ല നിൽക്കപ്പുറത്തില്ല, അത്ര രീതിയിൽ ഭയങ്കര കാര്യങ്ങൾ പൊക്കൊണ്ട് എന്നാ നിനക്ക് എന്താ അവിടെ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അതൊക്കെ നിനക്ക് മനസ്സിലായി അല്ലേ, നീ വിഷയമില്ലാതെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ, സാധാരണ അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വിഷയമില്ലാതെ വരത്തില്ല. അപ്പോൾ എന്നാ സച്ചിൻ രേവതിയും കൊണ്ടാണ് വിഷയം. സച്ചിൻ രേവതി അല്ല ഇപ്പോൾ വിഷയം, കാരണം ശ്രുതിയും വിഷയം എന്ന് പറയുന്നത്. എന്നാ വിഷയം, അവൾ എൻ്റെ 50 ലക്ഷം രൂപ, അല്ല രവിയേട്ടൻ്റെ 50 ലക്ഷം രൂപ എടുത്തോണ്ട് പോയി, ആ ഇതിൽ വെച്ച ഷോറൂം തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, അല്ല അങ്ങനെയല്ലല്ലോ, അവൾ പറഞ്ഞത് അവളുടെ മലേഷ്യയിലെ അച്ഛൻ്റെ കാശ് തന്നിട്ടാണല്ലോ എന്നാണ് പറഞ്ഞു. എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല, അവൾ ചുമ്മാ പറഞ്ഞു, അവൾ കള്ളത്തരം കാണിച്ചു, അവൾ ഇത്രയും നാൾ കള്ളത്തരം കാണിച്ചിട്ട് നിന്നതാ, അവൾ വെറുതെ പറഞ്ഞാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ, ഞാൻ വിചാരിച്ച് ആ കാശ് കൊണ്ടാന്ന് പറഞ്ഞ് ഓർത്തു. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങളുടെ പേരിൽ തന്നെ ഷോറൂം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ എല്ലാം വിഷയം മാമ, ഇപ്പം ഞാനും ഉണ്ട് രവിയേട്ടനുണ്ട്, ഈ കാശ് എൻ്റെ അടുത്ത് തരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ രവിയേട്ടൻ തരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾ അവന് കൊടുക്കത്തില്ല. ഇപ്പം ഞങ്ങളുടെ കള്ളത്തരം കാണിച്ചില്ലേ, ഇപ്പം സ്തുതിയും അവൾ പറയുന്നത് കേട്ടനുസരിച്ച് പ്രവർത്തിച്ച്, അപ്പം എന്തൊക്കെ കള്ളത്തരം ഇനിയും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളോടെല്ലാം കള്ളത്തരം, ഞങ്ങളെ ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചിട്ടാണ് അവൾ ആ പരിപാടി ചെയ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവൾ മാത്രമല്ല നിൻ്റെ മോനും കൂടി ചേർന്നിട്ടല്ല ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മോനെ പാവമാണ്, അവനെ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ് മയക്കി എടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്ത്, അവൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, അപ്പം ഞങ്ങൾ ഇത്ര കാരണവന്മാരൊക്കെ അവിടെ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ ബാമ സ്വയമേ പറഞ്ഞു, 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് ഒറ്റയ്ക്ക് വിഴുങ്ങുന്നവളാണ്, ഇവളാണ് പറഞ്ഞത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത്, ചുമ്മാ പറയുന്നത്. എന്താ ഒന്നുമില്ല ബാക്കി പറ. അല്ല അവളെ ഞാൻ ശരിക്കും ഇപ്പം വരച്ച വരെ നിർത്തുന്നുണ്ട്, അവളെ അങ്ങനെ നിർത്തിയില്ല ശരിയാകത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ എന്നാലും കാണിച്ച് മോശമായിപ്പോൾ, നീ അവളെ അടിക്കണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അടിച്ച് നിന്നോട് ഇപ്പോഴും ഞാൻ അടിച്ചെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അടിച്ചതല്ല, ഞാൻ എപ്പോഴും അടിച്ചത് കാര്യം നിന്നോട് പറഞ്ഞ് അല്ല നീ പറഞ്ഞ് ഓർക്കാഞ്ഞിട്ടോ, നിനക്ക് ഭയങ്കര മറവി അല്ലെങ്കിൽ മറവിയാന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പറയാം, ബാമ പറയണ്ടേ, ചന്ദ്രമതി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇതിൽ അവൾ പറഞ്ഞതനുസരിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ, അവൾ പറഞ്ഞതനുസരിച്ചില്ല, നീ അവളെ കൂടുതൽ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിൽ 2 കാര്യം നടക്കും. ഒന്ന്, നിൻ്റെ മകനെ ഉപേക്ഷിച്ച് അവൾ പോകും, ഉടനെ പെട്ടെന്ന് ഞെട്ടുവാണ് നമ്മുടെ ചന്ദ്രമതി. ഉടനെ അതന്നെ അങ്ങനെ പറയാൻ കരുത്, അവൾ മലേഷ്യക്കാരിയാണ്, അവൾ കാശ് ഇഷ്ടം പോലെ കാശുണ്ട്, അവൾ എന്നിട്ടും ഇവിടെ വന്ന് നിൻ്റെ അടുത്ത് പാവമായിട്ട് നിൽക്കുന്നുണ്ടോ, ഒന്ന് അവൾക്ക് കാശ് വേണമെന്നുണ്ടെങ്കിൽ, അവൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് വന്ന് ക്ലിയറായിട്ട് അവൾക്ക് കാശ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആരും പറയാതെ തന്നെ അവൾ ആ കാശ് അടിച്ചുകൊണ്ട് പോകും. ഒരു പ്രാവശ്യം നിൻ്റെ മകൻ്റെ ഒരു കാശ് അടിച്ചുകൊണ്ട് ഒരുത്തിയുണ്ടല്ലോ, അവളെപ്പോലെയാണോ, അവൾ കാശ് കിട്ടിയപ്പോൾ നിൻ്റെ മകൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കി അവനെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ പാട്ടിന് പോയി. പക്ഷെ അതുപോലെയാണ് ഇവള് ചെയ്തത്. ഇവള് കാശ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിൻ്റെ മകന് യൂസ് ചെയ്യുന്ന രീതിയിൽ ഷോറൂം ഇട്ട് കൊടുത്തു. മാത്രമല്ല ഇവള് അവനെ ഉപേക്ഷിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ മകൻ്റെ അവസ്ഥ തന്നെ, അവന് പണ്ട് 50 ലക്ഷം അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവൻ ഊണില്ല, ഉറക്കമില്ല, കണ്ട പാർക്കിങ്ങിൽ കിടന്നുറങ്ങി, കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇരിക്കുമായിരുന്നു. നിൻ്റെ അടുത്ത് അവൻ എത്രമാത്രം വേദനിച്ചു, അല്ലെങ്കിൽ അവൻ എത്രമാത്രം തിരിഞ്ഞ് നടന്നു, മരംകോന്തയുള്ള മോന്തയുള്ളവൻ എന്നുള്ള രീതിയിലൊക്കെ ചീത്ത പറയുമ്പോഴത്തേക്ക് ബാമ ആവശ്യമില്ലാതെ പറയുന്നത്, എൻ്റെ മോനെക്കുറിച്ച് ആവശ്യമില്ലാതെ പറയുന്നത് ആവശ്യമില്ലാതൊന്നുമല്ല, നിൻ്റെ മോൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നിൻ്റെ മകൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് പറയുക നിൻ്റെ മകന് ഒരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ അവളുമായിട്ട് നല്ല രീതിയിൽ പോകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം
നീ അവൾക്ക് കൂടുതൽ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അത് അമ്മായിമ്മപ്പോര് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൾ നിന്നെയും ശ്രുതി കുടുംബത്തെ ഉപേക്ഷിച്ച് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് അവളുടെ പാട്ടിന് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിനക്ക് നിൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ മലേഷ്യക്കാരന് അവിടെ കാശുണ്ട്, അവൾ പറയുക അവിടെ ഇഷ്ടംപോലെ കാശുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നേ വാ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നെല്ലുള്ള പത്തായത്തിലെ എലി പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നിൻ്റെ മകനാണല്ലേ കാശ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ പിന്നെ ആ നീലിമ എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ കൂടെ കാശടിച്ചുകൊണ്ട് പോകാൻ നിന്നല്ലേ. അതുപോലെ ഇപ്പോൾ ഈ പ്രാവശ്യം ഈ 50 ലക്ഷം വന്നപ്പോഴത്തേക്ക് നിൻ്റെ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് കാരണം. ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ കൂടുതൽ ഉപദ്രവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ നിന്നെ ഉപേക്ഷിച്ച് നിൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് അവനെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അവനങ്ങനെ ചിന്തിക്കത്തില്ലേ, അതായത് കോടിക്കണക്കിന് കാശ് കിട്ടുന്ന അവിടെ അങ്ങോട്ട് പോവുമോ, അല്ലെങ്കിൽ 500 രൂപ പോലും എടുക്കാൻ പറ്റാതെ നിൻ്റെ അടുത്ത് നിൽക്കുമോ അവൾ. അല്ല അവൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ച് നിൻ്റെ മോനെ കൊണ്ടുപോകും. പിന്നെ നിൻ്റെ മോനെ ജീവിതത്തിൽ കിട്ടത്തില്ല. അയ്യോ അതൊക്കെ ശരിയാകത്തില്ല അങ്ങനെ ഒന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് കാര്യങ്ങൾ. ആണ് നോക്കിയും കണ്ട് ചിന്തിച്ചും കണ്ട് നീ കാര്യങ്ങൾ ചെയ്യണം. അവളെ ഉപദ്രവിക്കുന്നതും അമ്മായിപ്പ പോലും കാണിക്കുന്നതൊക്കെ നിർത്ത് നീ. അപ്പോൾ അങ്ങനെ നിർത്തുവാണെങ്കിൽ നിനക്ക് രക്ഷയുണ്ട് എന്നുള്ള രീതി പറയുവാണ് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രമതി നിൽക്കുമ്പോഴത്തേക്ക് രേവതി ഒരു ചായ കൊണ്ടുവരണം. ചായ കുടിക്കുന്ന പറയുമ്പോഴത്തേക്ക് അപ്പോൾ ചന്ദ്രമതി എന്തെന്ന് പറയുമ്പോൾ ബാമയുടെ വീട്ടിൽ പോയിരിക്കുന്നത്. എന്താ പോയിരിക്കുന്നത് അച്ഛ, പിന്നെ ഈ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അമ്മ ശരിക്കും അവരെ രണ്ടുപേരും വേർപെടുത്തി നിർത്തുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഉണ്ണാനും ഒരുമിച്ചിരുന്ന് കഴിക്കാനോ അവർ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കാനൊന്നും അനുവദിക്കുന്നില്ല. അത്ര രീതിയിൽ വേർപെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിൽ കഴിക്കാൻ വന്നപ്പോഴത്തേക്കോ ശ്രുതിയോട് മാറി നിൽക്കി കഴിക്കേണ്ട, ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മാറ്റിക്കുന്നു. ഇവളെ കൊണ്ട് തോറ്റുപോയി. ഇവള് എന്നെ പറഞ്ഞാൽ ഇവളെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവള് നമ്മൾ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അവൾ ശ്രുതി ചെയ്യുന്നത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല, അവൾ ചെയ്ത് തെറ്റില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രമതി, അവരെൻ്റെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല, അവർ രണ്ട് ഒരുമിച്ചല്ലേ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അവരെൻ്റെ ഒരുമിച്ചല്ല, എൻ്റെ ശ്രുതി ഭാവമാണെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ഭാവമോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ശ്രുതി പറഞ്ഞിട്ട് ശ്രുതി കേൾക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നിന്നോടാണ് സ്നേഹം അവനോട് സ്നേഹം, നിന്നോടാണ് സ്നേഹം അവളോടാണ് സ്നേഹം. അപ്പം അവന് കാശിനോടും അവളോടും മാത്രം സ്നേഹമുള്ളൂ, നിന്നോട് സ്നേഹമില്ല. അതുകൊണ്ടല്ലേ അവൾ പറഞ്ഞപ്പോൾ തന്നെ ആ കാശ് അങ്ങോട്ട് യൂസ് ചെയ്തത്. മാത്രമല്ല ശ്രുതി ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മയ്ക്ക് കൊടുക്കണമെന്നുള്ള ചിന്താഗതി അവനിൽ ഉണ്ടായില്ലല്ലോ. അത് ഇവിടെ അച്ഛനുണ്ടല്ലോ, എനിക്ക് തരണം തോന്നിയില്ലല്ലോ. നീ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കേൾക്കണം. അതായത് രണ്ടുപേരും തെറ്റുകാരാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൂടെ തീർത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷയമാണ്. നിൻ്റെ ശ്രുതിനെയും കൊണ്ട് അവളുടെ പാട്ടിന് പോകും. കാരണം എന്ന് പറഞ്ഞാൽ അവൾ മലേഷ്യക്ക് പോകും. അപ്പം അവർ രണ്ടുപേരും വേർപെട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ മകന് അവൾ കാശുകാരെയുണ്ട്, അവൾക്ക് നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചെറുക്കനെ കിട്ടും. പക്ഷെ നിൻ്റെ മകൻ ആരും കിട്ടുമോ? പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പം ഒരു നല്ലൊരു പെണ്ണിനെ പോലും കിട്ടത്തില്ല. അതുകൊണ്ട് പറയുക, നീ അവരെ വേർപെടുത്തി നിർത്തരുത്. പറഞ്ഞത് ഞാൻ ആരെയും വേർപെടുത്തുന്നില്ല, നീ വേർപെടുത്തുന്നുണ്ടല്ലേ. കാരണം അവർ മിണ്ടാൻ പറയാനൊന്നുമില്ല, ഞാനാരും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം ഇവിടെ ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ രവീന്ദ്രൻ പറയണം. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ 3 മക്കളും അവരുടെ ഭാര്യമാരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം, അല്ലാതെ ഒന്നും ചെയ്യരുത്. ഉടനെ ചന്ദ്രമതി പറയും, രവിയേട്ടൻ കണ്ടെത്തിയ പെണ്ണാണ് സച്ചിക്ക് കിട്ടിയത്, ശ്രീകാന്ത് കണ്ടെത്തിയ പെണ്ണാണ് വർഷയ്ക്ക് കിട്ടിയത്, ഞാൻ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ പെണ്ണാണ് അവൾ ശ്രുതി. അപ്പം ഞാൻ അത്രമാത്രം കഷ്ടപ്പെടുത്തിയ പെണ്ണ്, അവളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു. അപ്പം അതിനനുസരിച്ചുള്ള ഒരു നിലപാട് അവൾ എടുക്കണ്ടേ, അവൾ അതിൽ നിന്ന് എന്തുകൊണ്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുക, മാക്സിമം അവളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ നോക്കണം. കാരണം വേറൊന്നുമല്ല, ഉടനെ രവീന്ദ്രൻ പറയാം, നീ അവളുടെ കാര്യം തീരുമാനം എടുത്ത് പോകണം. കാരണം അവനെ കൊണ്ട് മലേഷ്യക്കോ അല്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് മലേഷ്യക്ക് പോകുകയാണെങ്കിൽ നിനക്ക് ഇവിടെ സ്വസ്ഥത ഉണ്ടാകത്തില്ല, ഒന്നും സമാനം ഉണ്ടാകത്തില്ല. നീ മാക്സിമം അവരെ രണ്ട് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ആ കൺഫ്യൂഷൻ, അതായത് ഇതന്നെയല്ലേ മലേഷ്യ പോകുന്നല്ലേ നമ്മുടെ ബാബയും കൂടെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മൾ ചന്ദ്രമതി. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ശ്രുതി പോയി മീരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മീരയോട് പറയുന്നുണ്ട്, മീര ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മെയിനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ചന്ദ്രമതി ആൻറ്റി ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നതിന് എനിക്ക് വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഉടനെ നീലിമ വന്നുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായെന്ന്
മീര പറയുമ്പോഴത്തേക്ക് ആ മീര നീലിമയെ കൊണ്ടുവന്നതല്ലല്ലോ, ആ സച്ചി കൊണ്ടുവന്നതല്ലേ, അപ്പം അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം എന്താണെന്നൊരു കാര്യം ചെയ്യും, നീ ഇത്രയും ഈ വിഷയത്തിൽ ഇത്രയും സംഭവിച്ചുള്ളൂ, ഇനിയിപ്പം നിനക്ക് മലേഷ്യയിൽ അച്ഛനില്ല, അല്ലെങ്കിൽ പിന്നെ ആദിയുടെ കാര്യം നിൻ്റെ മകൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമുണ്ട്, അതുകൊണ്ട് മാക്സിമം എല്ലാം ഒതുക്കി തീർക്കാൻ നീ നോക്കണം, കുറച്ച് കാശ് കൂടുതലൊക്കെ സംഘടിപ്പിക്കുന്ന മീര അഡ്വൈസ് ചെയ്യണമെന്ന്. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ രേവതിയും സച്ചിൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സച്ചേട്ടാ ഇന്നിവിടെ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ അമ്മയോട് സംസാരിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ച് മലേഷ്യക്ക് പോകും, അവളെ ഉപേക്ഷിച്ച് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ല സുധീനെ ഉപേക്ഷിച്ച് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇന്നത്തോടെ കാര്യങ്ങളെല്ലാം തീരുമാനമാകുമോ എന്നൊന്നും അറിയത്തില്ല, ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും ഒരു അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ ബുദ്ധിമാനാണ് അടി, അച്ഛൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണം എടുത്തിരുത്തില്ല, അവൾ പോകുമെന്ന് പറയുന്നതുകൊണ്ട് ശ്രുതിക്ക് വേറെ പെണ്ണിനെ കിട്ടത്തില്ലെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മ പേടിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്ക് 7 7:15 ഇടയ്ക്ക് നമ്മൾ നാളത്തെ വിശേഷം ഇടുന്നതാണ്, അതും കാണാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.